ഇവിടെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. 7000 വർഷം പഴക്കമുള്ള കുറേ പാറക്കല്ലിനിടയിൽ കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളം, അതും സൗദി അറേബ്യയിൽ. ഇത്രയും ചൂടത്ത് ഈ ഒരു വെള്ളം വറ്റിയിട്ടില്ല എങ്കിൽ അതൊരു സംഭവം തന്നെ കേട്ടോ. ഇത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സൗദി അറേബ്യയിൽ ദമാമിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഒരു കിടില സ്ഥലമുണ്ട്, ഖത്തീഫ് എന്ന സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു കോട്ട ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത്. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം. ആ എൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു മതിൽക്കെട്ടില്ലേ, എന്താ രസം കാണാൻ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് സൗദി അറേബ്യയിൽ വരുന്നത്. ഞാൻ അങ്ങനെ പോയിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്ത ഒരാളാണ്, പക്ഷേ ഇവിടെ വന്നേരം ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഈ ഒരു ഏരിയയിൽ കണ്ട എന്താ ഒരു ആംബിയൻസ്, ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ കേട്ടോ. സൗദി അറേബ്യ ജുബൈലുള്ള ആൾക്കാർക്ക് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാം. നല്ല സ്ഥലം ഇത്. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യും എങ്ങനെയുണ്ട് എന്നുള്ളത്. ബാക്കിയെല്ലാം കൂടി ഈ സൗദി അറേബ്യയിലുള്ള ആൾക്കാർ ഒന്ന് കണ്ടോട്ടെ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സൗദി അറേബ്യയിലെ ഖത്തീഫ് എന്ന സ്ഥലത്തുള്ള 7000 വർഷം പഴക്കമുള്ള ഒരു കോട്ട. ഇത് കണ്ട നിങ്ങൾ, എൻ്റെ ബാക്കിലുള്ള ഈ ഒരു മതിൽക്കെട്ട്, വലിയൊരു മതിൽക്കെട്ട് 7000 വർഷം പഴക്കമുണ്ട്. അതിൽ ഇപ്പോഴും ഒരു മാറ്റം വരുത്താണ്ടാണ് ഈ കോട്ട ഇന്ന് നിലനിൽക്കുന്നത്. ആ കാണുന്നതാണ് വാച്ച് ടവർ. അതായത് റൗണ്ട് ഷേപ്പിൽ കട്ടിയുള്ള കല്ലുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു അറ പോലത്തെ ഒരു സാധനം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ കോട്ട ഉള്ളത് ഉയർന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ പഴയ വർഷങ്ങൾക്ക് മുന്നേ, അതായത് 7000 വർഷങ്ങൾക്ക് മുന്നേ ഈ കോട്ടയിൽ നിന്ന് ശത്രുക്കൾ വരുന്നതെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഈ അറകളാണ് ഇപ്പം കാണുന്നത്. ഇപ്പോൾ ഉള്ളത് ഇത് വേറൊരു അറയാണ്. ഇതും അതേപോലെ റൗണ്ട് ഷേപ്പിൽ എത്രയോ മതിൽക്കെട്ട്. ഇതിൻ്റെ ഉയർച്ച നോക്കിക്കുക നിങ്ങൾ, കാണുമ്പോൾ ഒരു വൻ കൂറ്റൻ മതിൽ പോലത്തെ ഒരു സാധനം. എന്താ രസം കാണാൻ. പിന്നെ എനിക്ക് ഏറ്റവും അതിശയമായിട്ട് തോന്നിയത് മാഷാ അല്ലാ, ഈ വെള്ളത്തിൻ്റെ ഉറവിടം കുറേ പാറക്കല്ലിനിടയിൽ ഉള്ള ഈ വെള്ളം അത്രയും ക്ലിയർ ആണ്. 7000 വർഷം പഴക്കമുണ്ട് ഈ ഒരു വെള്ളത്തിന്. അതുപോലത്തെ ഒരു കുളം പോലത്തെ ഒരു സാധനം. നല്ല ആംബിയൻസ് ഇല്ല, അടിപൊളി സ്ഥലമായിട്ട് ഇത്. ദമാമിനെല്ലാം വരുന്ന ഒരു 40 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നല്ല സ്ഥലം, നല്ല ആംബിയൻസ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് വരുന്നത്. വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് വന്നൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കും. നല്ല ഫോട്ടോ വീഡിയോ, പിന്നെ എന്തോ ഒരു നല്ലൊരു വൈബ് ഇരുന്നതൊക്കെ. അപ്പോൾ